കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാനായിട്ട് നാം വരികയാണ്. കർത്താവിൻ്റെ മേശ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ സദ്യയാണ്. അതിലെ വിഭവങ്ങൾ കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും. അത് ഒരുക്കിയതിന് ശേഷം കർത്താവ് വളരെ സ്നേഹത്തോടുകൂടി നമ്മെ ക്ഷണിക്കുന്നു. മക്കളെ, വരുവീൻ, നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ച് കൂട്ടായ്മയായിരിക്കും. കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുന്ന എത്ര വലിയ ഭാഗ്യവും എത്ര വലിയ പദവിയും. എന്നാൽ ആ വിധത്തിൽ അതിനെ കണ്ട് പതിവായി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുന്നവരുടെ എണ്ണം പൊതുവെ കുറവാണ്. എന്തുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും വിശുദ്ധ മേശയിൽ നാം സംബന്ധിക്കാതെ? മറുപടി വളരെ ലളിതമാണ്. എന്താണ് കുർബാന, ആരാണ് നമ്മെ ക്ഷണിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത നമുക്കില്ലാത്തതുകൊണ്ട് കർത്താവിൻ്റെ മേശയിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുമ്പോൾ പിന്നീടാകട്ടെ, വർഷത്തിലൊരിക്കലാകട്ടെ, പ്രധാനപ്പെട്ട ദിവസമാകട്ടെ, മാസത്തിലൊരിക്കലാകട്ടെ എന്നൊക്കെ എങ്ങനെ പറയാനായിട്ട് സാധിക്കും? കർത്താവിൻ്റെ ക്ഷണത്തെ നിരാകരിക്കുവാൻ നമുക്ക് സാധിക്കും? ഒരു കാരണവശാലും സാധിക്കില്ല. അത് വലിയ പ്രിവിലേജ് അല്ലേ, കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും പൊതുവേ അത് കാണാറില്ല. പൊതുവെ പല കാരണങ്ങൾ പറഞ്ഞ് ജനങ്ങൾ മാറി നിൽക്കാറുണ്ട്. ചില ആളുകൾ ആരാണ് കുർബാന ചൊല്ലുന്നത് നോക്കിയിട്ട് കുർബാന കൊള്ളുകയോ കൊള്ളാതിരിക്കുകയോ ചെയ്യും. ചൊല്ലുന്ന ആളെയാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ചില പള്ളികളിലുണ്ടാകുന്ന ഒരു പ്രശ്നം, അച്ഛന്മാരുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാകും. പിന്നെ ഉടനെ വലിയ പ്രഖ്യാപനമാണ്, ഈ അച്ഛൻ ട്രാൻസ്ഫർ ആകാതെ ഞാൻ കുർബാന കൊള്ളത്തില്ല, അങ്ങേരുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തു. എന്തോ ഒരു ബാലിശമായ ചിന്തയാണ്. ഈ കുർബാന എന്ന് പറയുന്ന അച്ഛനാണോ നിങ്ങളെ ക്ഷണിക്കുന്നത്? അച്ഛൻ്റെ മേശയാണോ? ഒരിക്കലും അല്ല. ഈ തമ്പുരാൻ്റെ മേശയിൽ തമ്പുരാൻ ക്ഷണിക്കുന്നതാണ്. ഞങ്ങളൊക്കെ കർത്താവിൻ്റെ മേശയിൽ വെറും വിളമ്പുകാരാണ്, അതിനുവേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു കല്യാണത്തിന് ആരെങ്കിലും ക്ഷണിച്ചാൽ നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവിടെ ആരാ വിളമ്പുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ചോദിക്കുകയില്ല. ആര് വിളമ്പിയാലെന്താ? ക്ഷണിക്കുന്നത് ആരാണെന്ന് കണക്കാക്കിക്കൊണ്ടാണ് കല്യാണത്തിന് പോകണോ പോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കും. ഇത് കർത്താവിൻ്റെ മേശയിലേക്ക് കർത്താവ് ക്ഷണിക്കുന്നു. ഞങ്ങളൊക്കെ വിളമ്പുന്നവരാണ്, അതിനോട് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരാണെന്ന് ചെയ്യുക. ഇന്നിവിടെ വന്നിരിക്കുന്നവർ 99% കുർബാന കൊള്ളുന്ന എനിക്കറിയാം. കാരണം എന്താണെന്നറിയാവോ? മെത്രാനാണ് വിളമ്പുന്നത്. മെത്രാൻ വിളമ്പിയാലും അച്ഛൻ വിളമ്പിയാലും, മെത്രാൻ കുർബാന ചൊല്ലിയാലും അച്ഛൻ കുർബാന ചൊല്ലിയാലും എന്താണ് അതിൽ വ്യത്യാസം? ചൊല്ലുന്നത് അവരാണെന്ന് മാത്രമേ ഉള്ളൂ, വിളമ്പുന്നവരാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കർത്താവിൻ്റെ മേശയാണ്, അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ആര് ചൊല്ലിയാലും. അതുകൊണ്ട് ആര് ചൊല്ലുന്നു എന്നുള്ളത് അപ്രസക്തമാണ്, ആരാണ് നമ്മെ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തം. അത് കണക്കാക്കിക്കൊണ്ട് വേണം നമ്മളെപ്പോഴും കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കും. ചിലർ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അങ്ങേരുടെ മുമ്പിൽ മുട്ടുകുത്തില്ല. ആരുടെ മുമ്പിലാണ് നാം മുട്ടുകുത്തുന്നത്? അച്ഛൻ്റെ മുമ്പിലാണോ മുട്ടുകുത്തുന്നത്? മെത്രാൻ്റെ മുമ്പിലാണോ അല്ല, തമ്പുരാൻ്റെ മുമ്പിലാണ് മുട്ടുകുത്തുന്നത്. അല്ലേ? ശരിയല്ലേ? തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ മനസ്സില്ലാത്തവൻ ജീവിതത്തിൽ അവിടെയും മുട്ടുകുത്തരുത്. അവൻ മുട്ടുകുത്താനേ ഒക്കത്തില്ലല്ലോ. നാം തമ്പുരാൻ്റെ മുമ്പിലാണ് മുട്ടുകുത്തുന്നത്, അല്ലാതെ അച്ഛൻ്റെ മുമ്പിലോ മെത്രാൻ്റെ മുമ്പിലോ അല്ല. ഇത് നമ്മുടെ മനസ്സിൽ പതിയണം. 2, ചിലർ പറഞ്ഞ് കേൾക്കുന്നത്, ഞാൻ ഒരുങ്ങിയിട്ടല്ല വന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെ കുർബാന കൊടുക്കും? അത് വളരെ ശരിയാണ്. തിരുവചനം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഒരുക്കത്തോടെ വേണം തിരുവേശയിൽ സംബന്ധിക്കാൻ, അല്ലെങ്കിൽ അത് ശിക്ഷാവിധിക്ക് കാരണമായി ഭവിക്കും. തിരുവചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരുക്കത്തോട് മാത്രമേ കർത്താവിൻ്റെ മേശ സംബന്ധിക്കാൻ ഒക്കൂ. എന്നാൽ എൻ്റെ ചോദ്യവും സംശയം, എന്തേ ഒരുങ്ങാഞ്ഞ്? കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ തമ്പുരാൻ നമ്മളെ ക്ഷണിച്ചിട്ടല്ലേ വിട്ടത്, മക്കളെ അടുത്ത ആഴ്ച എൻ്റെ സദ്യയുണ്ട്, വരണം കേട്ടോ. ഇന്ന് കുർബാന കഴിഞ്ഞ് പോകുമ്പോഴും കർത്താവ് നമ്മെ ക്ഷണിച്ചിട്ടല്ലേ വിടുന്നത്, മക്കളെ അടുത്ത ആഴ്ച എൻ്റെ സദ്യയുണ്ട്, വരണം കേട്ടോ. പിന്നെന്തേ ഒരുങ്ങാഞ്ഞ്? അങ്ങേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അങ്ങേർക്ക് വേറെ പണിയുണ്ട്. ഒരച്ഛനല്ല തമ്പുരാൻ വിളിച്ചുകൊണ്ടിരിക്കും. വല്ലപ്പോഴൊക്കെ പോയി കുർബാന കൊള്ളുന്നേ.
അങ്ങേർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ. നമുക്ക് കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാനുള്ള താല്പര്യക്കുറവുണ്ടെങ്കിൽ ഉടനെ ചിന്തിച്ചോണം, എവിടെയോ തമ്പുരാനുമായുള്ള ബന്ധത്തിൽ കാര്യമായ കുഴച്ചിൽ തട്ടിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ അടുത്ത മേശയ്ക്ക് വേണ്ടി ഉള്ള ഒരുക്കമായിരിക്കണം ജീവിതം. ചില പള്ളികളിൽ പോകുമ്പോൾ പറയും കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആൾ കുറവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വീട്ടിലിരിപ്പാണ്. എങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റും? കർത്താവിൻ്റെ മേശയിൽ ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ വെറുതെ വീട്ടിൽ ആർക്കെങ്കിലും ഇരിക്കാൻ ഒക്കുമോ? ചെറിയൊരു തുമ്പൽ വന്നാൽ മതി, അപ്പോൾ അവിടെ അന്ന് ആദ്യം ക്യാൻസൽ ചെയ്യുന്ന ഇതാണ്. എങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റും? എങ്ങനെ സാധിക്കും? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ കർത്താവിൻ്റെ മേശുശ്രൂഷ നടക്കുമ്പോൾ നമുക്കെങ്ങനെ വീട്ടിൽ സ്വസ്ഥമായിരിക്കാനൊക്കെ? എൻ്റെ തമ്പുരാൻ എന്നെ ക്ഷണിക്കുന്നു, അത് നിരാകരിക്കാൻ പറ്റുമോ? ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മോദിജി ഡൽഹിയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചെന്നിരിക്കട്ടെ, ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് ആ ഇൻവിറ്റേഷൻ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്നാ ചെയ്യും? എന്തായാലും മറുപടി പറയാത്ത. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന സകലമാന മനുഷ്യനും പോകും, അല്ലേ? ആ നിമിഷം മുതൽ ഫോൺ വിളിച്ചാൽ കിട്ടുമോ? വാട്സപ്പും ഫേസ്ബുക്കും നിറഞ്ഞു നിൽക്കും. ലോകത്തിലുള്ള സകലമാന മനുഷ്യരെയും നമ്മൾ വിളിച്ചു പറയും, മോദിജി പ്രൈം മിനിസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിന് എന്നെ ക്ഷണിച്ചിരിക്കുന്നു. ഉടനെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യും. ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഫ്ലൈറ്റിന് ബുക്ക് ചെയ്യും. ഫ്ലൈറ്റ് എക്കോണമിക്ക് കിട്ടിയില്ലെങ്കിൽ ബിസിനസ്സിൽ ബുക്ക് ചെയ്യും. എത്ര കാശ് മുടക്കിയാലും സാരം 2 ദിവസം മുമ്പ് പറ്റെങ്കിൽ ഒരാഴ്ച മുമ്പേ ഡൽഹി പോയി താമസം തുടങ്ങും. അലമാരി നിറച്ച് പുതിയ പാൻറ്റും ഷർട്ടും ഉണ്ടെങ്കിലും പുതിയ ഷർട്ടും പാൻറ്റും വാങ്ങിക്കും. സ്ത്രീകളങ്ങ് മഹാലക്ഷ്മി പോയി പുതിയൊരു സാരി വാങ്ങിക്കും. ഇത് പുതിയ അവിടെ നല്ല സാരി എന്ന് കേട്ടിട്ടുണ്ട്, അത് രണ്ടു. എനിക്ക് അതിന് കമ്മീഷനൊന്നുമില്ല. പിന്നെ 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റിന്, 7 മണിക്ക് ഗേറ്റിൽ പോയി നിപ്പ് തുടങ്ങും. പിന്നെ വാച്ച് ഇങ്ങനെ നോക്കുകയാണ്, സമയം പോകുന്നില്ല, എപ്പോഴാണ് വിളിക്കുന്നത് നോക്കിക്കൊണ്ട്. ഒരു പ്രൈം മിനിസ്റ്റർ വിളിച്ചാൽ ഇത്രയും ആകാംക്ഷയും ഒരുക്കവും ഉണ്ടെങ്കിൽ, സകലത്തെയും സൃഷ്ടിച്ച തമ്പുരാൻ, സകലത്തെയും വീണ്ടെടുത്തവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവനായ നമ്മുടെ പ്രിയ കർത്താവ് നമ്മെ ക്ഷണിക്കുമ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ നോക്കും ഞാൻ ഒരുങ്ങിയിട്ടില്ല? എങ്ങനെ പറയാൻ നോക്കും? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഈ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രൈം മിനിസ്റ്റർക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും കൊടുത്തിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അല്ലാതെ വേറെ എന്താണ് അതിൻ്റെ മറുപടി? ഒരു പ്രൈം മിനിസ്റ്റർക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിന് കൊടുത്തിട്ടില്ല. ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുത്തിരുന്നുവെങ്കിൽ നമ്മളിവിടുന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ ആകാംക്ഷയോടുകൂടെ അടുത്ത മേശയ്ക്ക് വേണ്ടി ഒരുങ്ങിയാൽ. 3, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനിതിന് യോഗ്യനല്ല, പാവിയാണ്, ഇതിനെങ്ങനെ കുർബാന കൊള്ളും? വളരെ ശരിയാണ്. എനിക്കോ നിങ്ങൾക്കോ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ വല്ല യോഗ്യതയുമുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം, അല്ലേ? എന്നാൽ നമ്മുടെ അയോഗ്യത തമ്പുരാൻ്റെ സന്നിധിയിൽ സമ്മതിക്കുന്ന സമയമാണ് കുമ്പസാരം. കുമ്പസാര സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത്? എൻ്റെ തമ്പുരാനെ, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും പിഴച്ചുപോയി, തിരുമുഖത്തേക്ക് നോക്കാൻ പോലും ഭാവിക്ക് യോഗ്യതയില്ല പച്ച. എന്നാലോ തമ്പുരാനെ, നീ ആ പാപിനിയായ സ്ത്രീയെ കൈക്കൊണ്ടില്ലേ, കള്ളനെ കൈക്കൊണ്ടില്ലേ, ചുങ്കക്കാരനെ കൈക്കൊണ്ടില്ലേ, അതിനേക്കാൾ ഒരു മെച്ചവും എനിക്കില്ല. തമ്പുരാനെ മനസ്സലിയണേ, കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഇതല്ലേ കുമ്പസാരം? വേറെ എന്താ കുമ്പസാരം? പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കുമ്പസാരം വളരെ ലാഘവമായിട്ട് എടുക്കുന്നവരാണ്. കാരണം കുർബാന കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും എല്ലാ ആഴ്ച ഇത് കേൾക്കുന്നതാണ്, നമുക്ക് കാണാതെ അറിയാം. അച്ഛൻ തുടങ്ങുമ്പോഴേ നമുക്ക് എന്താണെന്നറിയാം. അപ്പോൾ അച്ഛൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ആ സമയത്താണ് ലോകകാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. തൊട്ടടുത്തിരിക്കുന്നവൻ്റെ കയ്യിൽ പുതിയ വാച്ചാണോ, അവളുടെ കയ്യിൽ പുതിയ മോതിരമാണോ, വളയാണോ, സാരി പുതിയതാണോ, ഇതൊക്കെ നോക്കുന്ന സമയമാണ് കുമ്പസാരം. കുമ്പസാരം ഇങ്ങനെ നടക്കും. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടാണ് കുമ്പസാരം. ഈ കുമ്പസാര സമയത്ത് നമ്മൾ കണ്ണുകൾ അടയ്ക്കണം, കൈകൾ കൂപ്പണം,
നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തന്നെ അർപ്പിച്ച കർത്താവിൻ്റെ കുരിശിനെ മനസ്സിൽ കാണും. ആ കുരിശിൽ തമ്പുരാൻ കിടക്കുന്നതും കർത്താവിൻ്റെ രക്തം ഇറ്റിറ്റ് വീഴുന്നതും അന്ത്യശ്വാസം വലിക്കുന്നതുമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം കുമ്പസാരിക്കാൻ. അപ്പോൾ കണ്ണ് നിറയാത്തൊരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. ചില ആളുകൾ കുമ്പസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും, കുർബാന കൊള്ളാൻ നേരത്തെ കരയും. എൻ്റെ ഓർഡർ നേരെ തിരിച്ചാണ്. കുമ്പസാരിക്കുമ്പോൾ കരയണം, കുർബാന കൊള്ളാൻ നേരത്തെ ചിരിക്കണം. എന്താണ് ചിരിക്കാൻ കാരണം എന്നറിയാവോ? കുമ്പസാരം കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നു. എന്താ പ്രഖ്യാപനം? സത്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഏവരോടും പരമകാരുണ്യവാനായ ദൈവം സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. ഇല്ല, അങ്ങനെയല്ലേ? എത്ര അനുഗ്രഹിക്കപ്പെട്ട ദിവസം. നിമിഷാന്ന് ആലോചിച്ച് നോക്കി, ഒരു പാപം ചെയ്യാത്തവനെ പോലെ എൻ്റെ തമ്പുരാൻ എന്നെ ഇങ്ങനെ മാറോട് ചേർത്തണയ്ക്കുന്ന നിമിഷമാണ്. അതല്ലേ അവിടെ അച്ഛൻ പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ മുഖം എങ്ങനെ കിടക്കണം? കണ്ണീരോട്, സന്തോഷത്തിൻ്റെ കണ്ണുനീരാണെങ്കിൽ സാരമില്ല. എൻ്റെ തമ്പുരാനെ എൻ്റെ പാവം മുഴുവനും ക്ഷമിച്ച് നീ എന്നെ പാപമില്ലാത്തവനെ പോലെ മാറോട് ചേർത്തണയ്ക്കുന്നുവല്ലോ, അല്ലേ? മുഖം കിടന്നിങ്ങനെ തിളങ്ങണം, സന്തോഷത്തിൻ്റെ തിളക്കം. അങ്ങനെ വേണം കുമ്പസാരിക്ക് കുർബാന കൊള്ളാൻ. ആദ്യ കുർബാനയ്ക്ക് യോഹന്നാൻ കുർബാന കൊള്ളുന്നത് പോലെ കൊള്ളണം. ഈ അനുഭവത്തോടും ഈ വലിയ ഉറപ്പോടും പ്രത്യാശയോടും കൂടി വേണം ഇവിടെ വന്ന് മുട്ടുകുത്താൻ. യോഹന്നാൻ എങ്ങനെയാണ് കുർബാന കൊണ്ട്? കർത്താവിൻ്റെ മാർവിൽ ചാരി, അല്ലേ? അങ്ങനെയല്ലേ കുർബാന കൊണ്ട്? നമ്മളിവിടെ മുട്ടുകുത്തുമ്പോൾ നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിൻ്റെ മാർവിൽ ചാരി, കർത്താവിൻ്റെ മാർവിൻ്റെ ചൂടനുഭവിച്ച് ഹൃദയത്തിൻ്റെ തുടിപ്പനുഭവിച്ച് വിശുദ്ധ കുർബാന കൊള്ളണം. ഒറ്റ പ്രാവശ്യം ആ വിധത്തിൽ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിച്ച ജീവനുള്ളിടത്തോളം കാലം കർത്താവിൻ്റെ മേശയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അത്ര അതുല്യമായൊരു അനുഭവമാണ് കുർബാന എന്ന് പറയുന്നത്. ഈ കുർബാനയ്ക്ക് തുല്യമായൊരു ഉപവാസ പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇല്ല, ഒന്നുമില്ല. കുർബാനയ്ക്ക് തുല്യം വേറെന്തുണ്ട്? എൻ്റെ തമ്പുരാനോടൊപ്പം തമ്പുരാൻ്റെ മേശയിൽ സംബന്ധിക്കുന്നതിനേക്കാൾ വലിയ അനുഭവം എന്താണ്? പക്ഷെ പലപ്പോഴും നമ്മൾ ഈ അർത്ഥത്തിൽ കുർബാന കൊള്ളാത്തത് കൊണ്ട് അവിടെ എന്നാ കാണിക്കുന്നത്, അവിടെ ഡ്രാമ കാണിക്കുന്നതൊക്കെ പറയും. ഇതിനകത്ത് തുല്യമായ യാതൊരു അനുഭവമില്ല. എന്നാൽ ആദ്യമായി വിശുദ്ധ കുർബാന കൊള്ളുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നു മുതൽ ജീവിതത്തിൻ്റെ അന്ത്യശ്വാസം വലിക്കുന്നതുവരെയും എപ്പോഴൊക്കെ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാൻ അവസരം കിട്ടുമോ അപ്പോഴൊക്കെ ഒരുക്കത്തോടെ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കണം. ഞാൻ പറഞ്ഞത് കേട്ടോ? ഇന്നു മുതൽ ജീവിതത്തിൻ്റെ അന്ത്യശ്വാസം വലിക്കുന്നതുവരെയും എപ്പോഴൊക്കെ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാൻ അവസരം കിട്ടുമോ അപ്പോഴൊക്കെ ഒരുക്കത്തോടെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കും. ഒരു കാരണവശാലും കർത്താവിൻ്റെ മേശയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കിടയാകും. ഈ വലിയ അനുഭവത്തിലേക്കാണ് തമ്പുരാൻ ഇപ്പോൾ നമ്മെ ക്ഷണിക്കുന്നത്. മക്കളെ, വരുവീൻ, നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ച് കൂട്ടായ്മ യാചിക്കാം.